കാഴ്ചയില്ലെങ്കിലും കാണാൻ കഴിയുന്നവരെ കുറിച്ച് അറിയാമോ? കാഴ്ചയില്ലെങ്കിലും എന്നെ കാണാൻ കഴിയുന്ന കുറച്ച് പേര് ഇവിടെയുണ്ട്. കേൾവിയിലൂടെ കൃത്യമായെല്ലാം മനസ്സിലാക്കുന്ന ചിലർ. ഈ ബാക്ക്ഗ്രൗണ്ടും വീഡിയോയുടെ തുടക്കമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും പതിവ് വീഡിയോകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തോ ആണെന്നുള്ളത്. ഏകദേശം 3 വർഷത്തിന് ശേഷമാണ് നമ്മുടെ ചാനലിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന ഇവല്യൂഷൻ സീരീസ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. 2020-21 സമയത്ത് നമ്മൾ കുറച്ച് സ്കൂളുകളും കോളേജസും ഒക്കെ ഇട്ട് 7 എപ്പിസോഡ്സ് ചെയ്തിരുന്നു. പിന്നീട് നമ്മളത് നിർത്തിവെച്ചിരുന്നു. അപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന് പറ്റിയ മികച്ച ഒരു സ്ഥാപനം തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. അതാണ് നമ്മളുടെ ഗവൺമെൻറ് ഹൈസ്കൂൾ ഫോർ ദ ബ്ലൈൻഡ്. കോട്ടയം ജില്ലയിലെ ഒളശ്ശേരിലാണ് ഈ ഒരു സ്കൂളുള്ളത്. കാഴ്ചപരിമിതരായിട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്കൂൾ. ഗവൺമെൻറ്റിൻ്റെ സെൻറ്റർ ഓഫ് എക്സലൻസ്, മികവിൻ്റെ കേന്ദ്രം എന്നുള്ള രീതിയിൽ വരെ അംഗീകരിക്കപ്പെട്ടൊരു സ്കൂൾ കൂടിയാണിത്. അപ്പോൾ ഭാവിയിൽ ഈ കുട്ടികൾ വളർന്നു കഴിയുമ്പം അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു അഡൽട്ട്ഹുഡിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാനുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ ഈ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അവയർനെസ് കൂടി ഡെഫിനറ്റ്ലി ആവശ്യമുണ്ട്. അപ്പോൾ ഇവോൾവേഴ്സിൻ്റെ ഇവല്യൂഷൻ സീരീസിൽ അടുത്ത എപ്പിസോഡ് 3 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഗവൺമെൻറ് ഹൈസ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് ഒളശ്ശേരിയിൽ ആരംഭിക്കാം. എൻ്റെ പേര് കുര്യൻ ഇജെ. ഞാൻ ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിട്ട് ജോലി ചെയ്യുന്നു. 2005 മുതൽ ഇവിടെ അധ്യാപകനായി വരികയും തുടർന്ന് 2010 മുതൽ ഹെഡ് മാസ്റ്ററായിട്ട് ചുമതലയേൽക്കുകയും ചെയ്തു. ഞാനിവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയും കൂടിയാണ്. 1993 ഇവിടെ നിന്ന് പഠനം പൂർത്തിയാക്കി പുറത്തുപോയൊരു വ്യക്തിയാണ്. ഈ വിദ്യാലയം കാഴ്ചപരിമിതരായ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാനത്ത് സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു ഹൈസ്കൂളാണ്. ഇത് 1962 സ്ഥാപിതമായി. അന്ന് മുതൽ 2015 വരെ 7ാം ക്ലാസ് വരെയാണ് ഈ വിദ്യാലയത്തിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം 2015 ഈ വിദ്യാലയത്തെ കാഴ്ചപരിമിതർക്ക് വേണ്ടിയുള്ള ഒരേ ഒരു ഹൈസ്കൂളാക്കി ഉയർത്തുകയുണ്ടായി. ഇതുകൂടാതെ മറ്റ് 3 സ്കൂളുകളും കൂടി കേരളത്തിൽ സർക്കാർ മേഖലയിലുണ്ട്. അവിടെയൊക്കെ 7ാം ക്ലാസ് വരെയാണ് ഉള്ളത്. പരിപൂർണമായും സർക്കാർ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് കേരള സർക്കാരിൻ്റെ പരിപൂർണ നിയന്ത്രണത്തിലൂടെയാണ്, നിർദ്ദേശമനുസരിച്ചാണ്. ഇവിടുത്തെ കുട്ടികളുടെ ദൈനംദിന ചിലവുകളും പഠനവുമെല്ലാം സർക്കാർ ഉടമസ്ഥതയിലാണ് നടന്നു പോകുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും തന്നെയുള്ള കുട്ടികളിവിടെ താമസിച്ച് പഠിക്കുന്നുണ്ട്. ഇതൊരു റെസിഡൻഷ്യൽ സ്കൂളാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം താമസ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. അവരെ നോക്കുന്നതിനുള്ള എല്ലാ ജീവനക്കാരും ഇവിടെ സർക്കാരിൻ്റെ നിയമനത്തിൽ തന്നെ ഉൾപ്പെട്ടുകൊണ്ട് ഇവിടെ ജോലി ചെയ്തു വരുന്നുണ്ട്. ഇവിടുത്തെ അധ്യാപകർ ഇത്തരം കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള അധ്യാപകരാണ്. സാധാരണ സ്കൂളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ കുറേയേറെ വിഷയങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിക്കുകയും അവരെ പരിശീലനം നൽകുകയും ചെയ്തു വരുന്നുണ്ട്. അതിൽ ദൈനംദിന ചര്യകളിലുള്ള പരിശീലനം, അതായത് ഡെയിലി ലിവിങ് സ്കിൽസ്, അവയവങ്ങളുടെ പരിശീലനം, അതായത് സെൻസറി ട്രെയിനിങ്, പ്രത്യേക പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠന രീതി, അതായത് സ്പെഷ്യൽ അപ്ലയൻസസ്, അതുപോലെ പ്രത്യേക റീഡിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം. കൂടാതെ ഇവിടുത്തെ ലിവി എന്ന് പറയുന്നത് ബ്രെയിൽ ലിവിയാണ്. അതിനുമപ്പുറം കുറച്ച് കാണാവുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലാർജ് പ്രിൻ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയും ഇവിടെ നൽകി വരുന്നുണ്ട്. സാധാരണ സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടുത്തെ കുട്ടികൾക്ക് സയൻസ് ലാബ്, പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ ലാബ്, കൺസെപ്റ്റ് ഫോർമേഷൻ, ക്രാഫ്റ്റ് ഉള്ള പരിശീലനം, സംഗീത ഉപകരണങ്ങളിലുള്ള പരിശീലനം എന്നിവയെല്ലാം നൽകി വരുന്നുണ്ട്. തീർച്ചയായിട്ടും മറ്റ് സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ കുട്ടികൾക്ക് ലഭിക്കുന്ന ഈ പരിശീലനം എന്ന് പറയുന്നത് പ്ലസ് കരിക്കുലം എന്ന രീതിയിലാണ് ഞങ്ങളതിനെ വിഭാവന ചെയ്തിട്ടുള്ളത്. ഇവയിലൂടെ പരിശീലനം ലഭിച്ചു വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇറങ്ങുമ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ തക്കവണ്ണം, സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം അവർ പ്രാപ്തരാകുന്നു എന്നുള്ളതാണ് ഈ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട
മേന്മ എന്ന് പറയുന്നത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമായതുകൊണ്ട് തന്നെ അവരുടെ 10ാം ക്ലാസ് വരെയുള്ള പഠനം പരിപൂർണമായും സൗജന്യമായിട്ടാണ് ഇവിടെ നൽകുന്നത്. ഇവിടെ താമസിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് യാത്രാ സൗജന്യം, അതായത് പ്രൈവറ്റ് ബസ്, KSRTC, ട്രെയിൻ എന്നിവയിലെല്ലാം യാത്രാ സൗജന്യം ലഭ്യമാണ്. അവരുടെ മെഡിക്കൽ എയ്ഡ് നമ്മളിവിടെ നിന്ന് നൽകുന്നുണ്ട്. യൂണിഫോം സൗജന്യമായി നൽകുന്നു. അങ്ങനെ കുട്ടികളെ മാത്രം ഇവിടെ ഏൽപ്പിച്ചാൽ മതിയാകും 10ാം ക്ലാസ് വരെ പഠിക്കാനുള്ള കുട്ടികൾക്ക്. അവരുടെ മറ്റെല്ലാ ചിലവുകളും പരിപൂർണമായും ഈ വിദ്യാലയത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് നിർവഹിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്കൂളിലേക്ക് കുട്ടികൾ വരുന്നത് ഇവിടുത്തെ അധ്യാപകർ വീടുകളിലേക്ക് ചെന്ന് കണ്ടെത്തിയാണ് ഇവിടെ കുട്ടികൾ വരിക. കാരണം ഇന്ന് മാതാപിതാക്കൾക്ക് റെസിഡൻഷ്യൽ സ്കൂൾ സംവിധാനത്തിലേക്ക് കുട്ടികളെ വിടുന്നതിനുള്ള ഒരു വിമുഖതയുണ്ട്. അതിൻ്റെ കാരണം ഓരോ വീടുകളിലും 1ഉം 2ഉം കുട്ടികളൊക്കെ വീതമേ ഉള്ളൂ. അപ്പം വീട്ടിൽ നിന്ന് അകറ്റി നിർത്തി പഠിപ്പിക്കുന്നതിന് വിമുഖതയുണ്ട്. പക്ഷേ സാധാരണ സ്കൂളിൽ ഇങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥി ചെന്ന് കഴിയുമ്പോൾ ഒത്തിരിയേറെ കുട്ടികളുടെ ഇടയിൽ ഇരുന്നു കൊണ്ടുള്ള അവരുടെ ഒരു പഠനം എന്ന് പറയുന്നത് തികച്ചും പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നാണ്. അവിടുത്തെ അധ്യാപകർക്ക് വ്യക്തിപരമായി ശ്രദ്ധ കൊടുക്കുന്നതിന് ഉള്ള പരിമിതികളുണ്ട്. അതൊക്കെ ഇവിടെ പരിഹരിക്കപ്പെടുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു ക്ലാസ്സിൽ 5 കുട്ടികളെ മാത്രമേ അക്കോമഡേറ്റ് ചെയ്യുന്നുള്ളൂ. പരമാവധി 5 കുട്ടികൾ അല്ലെങ്കിൽ 7 കുട്ടികൾ, 1:5 എന്നുള്ളതാണ് നമ്മുടെ റേഷ്യോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ വിദ്യാലയത്തിൽ ഇവിടെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വ്യക്തിപരമായ ശ്രദ്ധ കൊടുക്കുന്നതിന് അധ്യാപകർക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടേതായ താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് കുട്ടികളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ, അവരെ സ്വയം പര്യാപ്തരാക്കണം എന്നാഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ഇത്തരം വിദ്യാലയങ്ങളിലേക്ക് കുറഞ്ഞപക്ഷം 7ാം ക്ലാസ് വരെയെങ്കിലും ഇത്തരം വിദ്യാലയങ്ങളിൽ കുട്ടികളെ ചേർത്ത് പഠിപ്പിക്കുന്നതാകും ഉചിതം എന്ന് കരുതുകയാണ്. എൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായിട്ട് ഞാൻ ഉൾപ്പെടെ തന്നെയുള്ള മറ്റു ചില അധ്യാപകരും ഇവിടെയുണ്ട്. ഇവിടെ തന്നെ പഠിച്ചവരും ഇപ്പോൾ ഇവിടെ തന്നെ ജോലി ചെയ്യുന്നവരുമായിട്ടുള്ള അധ്യാപകരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തന്നെ ഇവിടുത്തെ ഒരു ഫോർമർ സ്റ്റുഡൻ്റാണ്, പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ കാഴ്ചപരിമിതിയുള്ളവരുടെ ലിമിറ്റേഷൻസ്, പരിമിതികൾ എന്തൊക്കെയാണെന്ന് ഞങ്ങളെപ്പോലുള്ളവർക്ക് വളരെ വേഗത്തിൽ തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മാതാപിതാക്കൾ ചിന്തിക്കേണ്ടത് അവരവരുടെ വ്യക്തി താല്പര്യങ്ങൾക്കും അപ്പുറം എൻ്റെ കുഞ്ഞ് എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നുള്ളതിനുമപ്പുറം എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെയുള്ളൊരു വിദ്യാലയത്തിൽ ചേർത്ത് പഠിപ്പിച്ച് അവനെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാൻ കഴിയും എന്നുള്ള ചിന്തയായിരിക്കട്ടെ നമ്മുടെ മാതാപിതാക്കളുടെ മുൻപിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. ഈ വിദ്യാലയത്തിൻ്റെ മറ്റൊരു മേന്മ എന്ന് പറയുന്നത് ഹൈസ്കൂളാക്കി ഉയർത്തപ്പെട്ടു എന്നതിനുമപ്പുറം കേരളത്തിലെ കാഴ്ചപരിമിതർക്ക് വേണ്ടിയുള്ള വിദ്യാലയങ്ങളിൽ ഈ വിദ്യാലയത്തെ സെൻറ്റർ ഓഫ് എക്സലൻസ്, അതായത് മികവിൻ്റെ കേന്ദ്രമാക്കി 2023 കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 28ഓളം പദ്ധതികൾ, നൂതന പ്രോജക്റ്റുകൾ ഇന്ന് ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോ പദ്ധതികളും ഓരോ വർഷം നടപ്പിലാക്കാമെന്നുള്ള രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകത്ത് കാഴ്ചപരിമിതർക്ക് വേണ്ടി എന്തെല്ലാം സംവിധാനങ്ങളും എന്തെല്ലാം സൗകര്യങ്ങളും ലഭ്യമാണോ അതൊക്കെ ഈ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് കാഴ്ചപരിമിതരായിട്ടുള്ള കുട്ടികളുടെ സർവ്വതോന്മുഖമായ വളർച്ച, അതാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. ഇതിന് സർക്കാരിൻ്റെ ഫണ്ടുകൾ വിനിയോഗിക്കുന്നതോടൊപ്പം തന്നെ സാമൂഹ്യ സേവന സന്നദ്ധരായ ആളുകളുടെ, പ്രസ്ഥാനങ്ങളുടെ, ക്ലബ്ബുകളുടെ, സംഘടനകളുടെയൊക്കെ പിന്തുണയും CSR ഫണ്ടുകളും ഇതിൻ്റെ വികസനത്തിന് വേണ്ടി വിനിയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിവിടെ കാണുമ്പോൾ ഒരു ചെറിയൊരു പ്ലേ ഗ്രൗണ്ടിൻ്റെ ഒരു സ്പേസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. പക്ഷേ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത് മാറാൻ പോവാണ്. ഇതിവിടെ ഒരു പെഡഗോഗി പാർക്ക് പണിയാൻ പോവാണ്. അതായത് കാഴ്ചവൈകല്യമുള്ള കുട്ടികൾക്ക് തൊട്ടുകൊണ്ട് കാര്യങ്ങൾ അറിയാൻ, അതൊരു കളികളിൽ കൂടി പഠിക്കാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അതിൻ്റെ ഒരു ഇമേജ് എങ്ങനെ ഉണ്ടാകുന്നുള്ളത് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആർക്കിടെക്ട്സ് അരവിന്ദ് ആൻഡ് അമല അവർ രണ്ടുപേരും ചേർന്ന് അതിൻ്റെ ഒരു ഇനിഷ്യൽ ഡിസൈനൊക്കെ അഡോട്ട് ഇംപ്രഷൻസ് തുടങ്ങിയ സ്ഥാപനം ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് കാണാം. അപ്പോൾ അത് ഒരു രൂപരേഖ തയ്യാറായിട്ടുണ്ട്. അത് അവർ ടേക്കപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം കുട്ടികൾക്ക് ഇതുവഴി നടന്ന് ഈ ഒരു ഏരിയ മുഴുവൻ ഇമ്പ്രൂവൈസ് ചെയ്ത് ഇതുവഴി നടന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്ന രീതിയിൽ നമ്പേഴ്സ് ആണെങ്കിലും ഗ്ലോബ് ആണെങ്കിലും ഒക്കെ എംബോസ് ചെയ്ത രീതിയിലൊക്കെ ചെയ്യാനായിട്ട് ഈ ഒരു ഏരിയ മുഴുവൻ ചേഞ്ചാക്കി മാറ്റാൻ പോവുകയാണ്. ഈ ഒരു ഏരിയ നമുക്ക് കാഷ്വലി
അറിയാം റാമ്പ് എന്ന് പറയുന്നൊരു സംഗതി. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പോലും പലപ്പോഴും ഡിഫറെൻ്റ് ഏബിൾഡായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ പലപ്പോഴും കാണാറില്ല. ഇപ്പോൾ ഇവിടെ അവർക്ക് കെയിൻ ഉപയോഗിച്ച് നടക്കുമ്പോൾ നോട്ടീസ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് ഉൾപ്പെടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. K, A, Miss A, selected, ED, selected, F, selected, R, selected, O, selected, O, നോക്കിക്കേ. എന്തേലും പ്രത്യേകതയുണ്ടോ ആ പെൻസിലിന്? 2 വശം ചെത്തി. 2 വശം ചെത്തിയപ്പോ ആ പെൻസിലിനകത്ത് എന്താ തെളിഞ്ഞു വന്നേ? ബസറോ? തെളിഞ്ഞു വന്നേതാ? മോന, അതെന്താ, ഏത് വസ്തുവാന്നറിയാവോ? ഏതാ? ഗ്രാഫൈറ്റ്. മെടുക്കൻ. അഭിനവനൊരു ക്ലാപ്പ് കൊടുത്തേ. അപ്പൊ ഇതെന്താണ്? ഗ്രാഫൈറ്റ് ഇതിനകത്തുള്ളത് കൊണ്ടാണ്. ഈ ഗ്രാഫൈറ്റ് 2 ടച്ച് ചെയ്ത് പെൻസിൽ ആയതുകൊണ്ടാണ് അവിടെ ബസർ കേട്ടതും. വസന്തകാലം, ഗ്രീഷ്മകാലം, ഹേമന്തകാലം, ശൈത്യകാലം അല്ലേ? ഏതൊക്കെയാണ് റേഹാൻ എന്ന് പറഞ്ഞേ? മിടുക്കൻ. അങ്ങനെ ഋതുക്കൾ. അപ്പൊ ഋതുക്കൾ ഉണ്ടാകുന്നതിനുള്ള പല കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഭൂമിയുടെ പരിക്രമണം അല്ലെ, അച്ചുതണ്ടിന്റെ സമാന്തരത, 1, 2, 3 8ന്റെ ഘടകമാണോ? 4. പിന്നെ ഏത് സംഖ്യ വരുന്നേ? 6 ഉണ്ടോ? പിന്നെ ഏതാ? 8. അപ്പൊ ഏതൊക്കെ സംഖ്യകൾ 8ന്റെ ഘടകങ്ങൾ വരുന്നേ? 1, 2, 4, 8. അപ്പൊ എല്ലാരും 8ന്റെ ഘടകങ്ങൾ ഒന്ന് ടൈലർ ഫ്രെയിമിൽ എഴുതിക്കേ. അപ്പൊ 1 ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതണം കേട്ടോ. 1. അപ്പൊ എത്ര ഘടകങ്ങൾ വന്നു 16-ന്? നിവേദിത എന്ന് പറഞ്ഞേ. 1, 4, 8, 16, 5 ഘടകം. ഏറ്റവും അകത്ത് ഇപ്പോൾ നമ്മൾ കണ്ടത് മെസ്സാണ്, ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു ഏരിയ. ആൻഡ് ഇത് ഇവിടെ ഇടയ്ക്ക് ഇതിൻ്റെ കിച്ചൺ ഏരിയ ഉണ്ട്, കാണാം ഭക്ഷണശാല എന്നുള്ള ബോർഡ്. പിന്നെ ഈ ഒരു കോറിഡോർ കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന 2 സൈഡിലും ബോയ്സിൻ്റെ ഹോസ്റ്റൽ റൂംസും പിന്നീട് അടുത്ത ഭാഗത്ത് ക്ലാസ് റൂംസുമായിട്ടാണ്. ഇത് ആദ്യം തൊട്ടേയുള്ള ബിൽഡിങ്ങിൻ്റെ ഭാഗമാണ്. ഈ ബോയ്സ് ഹോസ്റ്റൽ ഈ ഒരു കോംപ്ലക്സ് തന്നെയാണ്. ഈ രണ്ട് സൈഡിലേക്കും ബോയ്സ് ഹോസ്റ്റലാണ്. പിന്നെ ഈ കൊറിഡോറിലേക്ക് പിന്നീട് നമ്മൾ നടന്നു വരുന്ന സമയത്ത് ഈ ഹോസ്റ്റൽസ് കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗം വരുന്നത് എഗെയിൻ ഒരു ഗ്യാപ്പ് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ക്ലാസ് റൂംസാണ്. പിന്നെ പുതിയ ഗേൾസ് ഹോസ്റ്റലൊക്കെ പുതിയ ബിൽഡിങ്ങിൽ ആണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇപ്പം നമ്മൾ ആദ്യം കണ്ട മ്യൂസിക് ക്ലാസ്സും ഒക്കെ മറ്റൊരു പുതിയ ബ്ലോക്കിൽ വന്നിട്ടുള്ളതാണ്.
എൻ്റെ പേര് ശൈലത. ഞാൻ ഈ സ്കൂളിലെ സീനിയർ അസിസ്റ്റൻ്റായ ടീച്ചറാണ്. ഞാൻ 9 വർഷത്തോളമായി ഈ സ്കൂളിൽ അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. കാഴ്ചപരിമിതരായ കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു അനുഭവം എന്ന് പറയുമ്പോൾ ഈ സ്കൂളിലെ കുട്ടികൾ പൊതുവേ ഇവിടെ ലോ വിഷൻ ആയിട്ടുള്ള കുട്ടികളും ടോട്ടലി ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികളും ഉണ്ട്. അപ്പോൾ കുട്ടികൾ നമ്മൾ സാധാരണ കുട്ടികളെ പോലെ തന്നെ ജനറൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് സ്വന്തമായിട്ട് ചെയ്യുവാനും ഒക്കെയുള്ള കഴിവുണ്ട്. അപ്പോൾ കുട്ടികളുടെ പല കഴിവുകളുള്ള കുട്ടികളുണ്ട്. ഇവിടെ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു 4-5 കുട്ടികളെ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഈ 5 കുട്ടികളെന്ന് പറയുമ്പോൾ അത് വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികളാണ്. അപ്പോൾ നമ്മൾ അവരെ പഠിപ്പിക്കുമ്പോൾ അവരുടെ ഓരോരുത്തരുടെയും വ്യക്തി വ്യത്യാസങ്ങൾ മനസ്സിലാക്കി അവർക്ക് പറ്റുന്ന രീതിയിൽ അവരെ നമുക്ക് മുൻപിലേക്ക് എത്തിക്കാനായിട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇപ്പം പഠന രീതികളിലാണെങ്കിലും പഠന ബോധന തന്ത്രങ്ങളിൽ അതേപോലെ പഠന ഉപകരണങ്ങളിലൊക്കെ നമ്മൾ മാറ്റങ്ങൾ വരുത്തി ഇവരുടേതായിട്ടുള്ള രീതിയിൽ അനുരൂപീകരണ രീതിയിലൂടെയാണ് നമ്മൾ ക്ലാസ്സുകളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നത്. സ്പെഷ്യൽ സ്കൂളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾ കുറഞ്ഞത് 7ാം ക്ലാസ് വരെയെങ്കിലും കുട്ടികൾ സ്പെഷ്യൽ സ്കൂളിൽ തന്നെ പഠിക്കണം. അതായത് ബ്ലൈൻഡ് സ്കൂളുകളിൽ തന്നെ കുട്ടികൾ പഠിക്കണം. അവർക്ക് ബ്രെയിൽ പഠനവും അതേപോലെ മൊബിലിറ്റി ആൻഡ് ഓറിയൻറ്റേഷൻ അങ്ങനെയുള്ള ട്രെയിനിങ്ങുകളൊക്കെ കിട്ടിയെങ്കിൽ അവർക്ക് മുൻപന്തിയിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ ഏത് മേഖലയിലും എല്ലാ മേഖലയിലും ഇന്ന് കാഴ്ചപരിമിതരായിട്ടുള്ള കുട്ടികൾ മുൻപിലെത്തുന്നുണ്ട്. അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ് അധ്യാപകരായ ഞങ്ങളുടെ കർത്തവ്യം എന്ന് പറയുന്നത്. ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ ഇഷ്ടപ്പെട്ട് തന്നെ തിരഞ്ഞെടുത്തൊരു മേഖലയാണ് ഞാൻ ഈ ജോലിയിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ഞങ്ങളിവിടെ കുറച്ചധികം ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട് പലപ്പോഴായിട്ട്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ പല വോളണ്ടിയേഴ്സായിട്ട് ഞങ്ങൾ വരാറുണ്ടെന്ന്. അപ്പോൾ സാധാരണ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ ഒരു കാഴ്ചവൈകല്യം അഫക്റ്റ് ചെയ്യാതെ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കാഴ്ചവൈകല്യമുള്ള കുട്ടികൾ ചിത്രം വരച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ക്യൂരിയസിറ്റി പറഞ്ഞ് ഞങ്ങൾ കുറേ വോളണ്ടിയേഴ്സൊക്കെ വന്നിട്ട് ഞങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് 2016 മുതൽ ഇവർ പടം വരയ്ക്കുക, ആ പെയിൻറ്റിങ്സ് നമ്മൾ പെയിൻറ്റിങ്സ് ആയിട്ടും പിന്നീട് ഗ്രീറ്റിംഗ് കാർഡ്സ് ആയിട്ടും ദെൻ ടേബിൾ ടോപ്പ് കലണ്ടേഴ്സ് ആയിട്ടും ഒക്കെ സെല്ല് ചെയ്ത് ഇവിടെ PTA ഫണ്ടിലേക്ക് അതിൻ്റെ ഒരു ക്യാഷ് കൊണ്ടുവരികയും അത് ഇവിടുത്തെ ആക്ടിവിറ്റീസിനും എക്സ്പെൻസിനൊക്കെ മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ തന്നെ ഒരു കുട്ടിയുടെ വീട് പണിക്ക് വേണ്ടി അത് കോൺട്രിബ്യൂട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സാറിൻ്റെ ടേബിളിൽ കാണാം. ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യത്തെ വർഷത്തെ പെയിൻറ്റിങ്സ് നടത്തിയ സമയത്ത് 2 കുട്ടികളത് മേരി ശാലുവും ജോബിൻ ചാക്കോയും വരച്ച ചിത്രങ്ങളാണ്. പക്ഷേ ഡെഫിനറ്റ്ലി വോളണ്ടിയേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടി 2 പേരും കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് തന്നെയായിരുന്നു. അപ്പം അവർ പറയുന്ന നിറങ്ങൾ വിരലിൽ തൊട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം വരയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് വോളണ്ടിയേഴ്സ് ചെയ്യുക. അത് ചെയ്തതിൽ ഇത് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കൂടെ ആൾക്കാർ ഫോട്ടോസ് കണ്ടിട്ട് ഒരുപാട് പേർക്ക് ഇതേ ചിത്രങ്ങൾ വേണമെന്ന് പറഞ്ഞ് ആവശ്യം വരികയും അവസാനം ആക്ച്വലി ഇത് ഒറിജിനൽ പെയിൻറ്റിങ്സ് വിറ്റുപോയി. ഞങ്ങളതിൻ്റെ സ്കാൻ ചെയ്ത് ഡിജിറ്റൽ കോപ്പീസ് എടുത്ത് ഈ മേരി ശാലുവിൻ്റെ ഈ ഒരു ട്രീ എന്നുള്ള പെയിൻറ്റിങ് ഒരു 40-ലധികം കോപ്പീസ് ഞങ്ങൾ വിൽക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഓരോ കോപ്പീസാണ് ഇപ്പോൾ സാറിൻ്റെ ടേബിളിലുള്ള ഈ ചിത്രങ്ങൾ. അപ്പം അത് കുറച്ച് വളരെയധികം ഈ കുട്ടികളുടെ മൈൻഡ് സെറ്റിനെയൊക്കെ ഇമ്പ്രൂവൈസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിരുന്നു. വോളണ്ടിയേഴ്സുമായിട്ട് നല്ലൊരു കണക്ഷൻ, ഒരു റാപ്പോ ബിൽഡ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. സോ അതിൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടി നമ്മളിവിടെ കീപ്പ് ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്സ് ആണിത്. സാധാരണ സ്കൂളുകളുടെ ചുമരുകളൊക്കെ ചിത്രങ്ങൾ കൊണ്ട് ഭംഗിയായിരിക്കും അല്ലേ? കാഴ്ച പരിമിതരുടെ സ്കൂളിൽ അങ്ങനെ ഒരു ചുമരുകളിൽ ചിത്രങ്ങൾക്ക് സ്കോപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ആളുകൾ അധികം ചിന്തിക്കാറില്ല. പക്ഷേ എല്ലാം നോർമൽ ആയിരിക്കണമല്ലോ. സോ ഇവിടുത്തെ ചുവരുകളെല്ലാം ഭംഗിയാണ്, ഒരുപാട് ചിത്രങ്ങളുണ്ട്. ഇതൊരു വോളണ്ടിയറിങ് ആക്ടിവിറ്റിയാണ്. ഒരുപാട് വോളണ്ടിയേഴ്സ് അവർ മുന്നിട്ട് വന്ന് 1 മാസത്തോളം രാത്രിയും പകലുമൊക്കെയായി ചിലവഴിച്ച് ചുമരുകളിലെല്ലാം നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ വരയ്ക്കുകയുണ്ടായി. അപ്പം ഇത് ആദ്യം പറഞ്ഞ പോലെ പഴയ ബിൽഡിംഗ് ആണ്. പിന്നെ ക്യാമ്പസ് ഇപ്പുറത്തേക്ക് ഇവിടെ നമ്മുടെ ഗ്രൗണ്ട് ഉണ്ട്, പുതിയ ബിൽഡിങ്സ് അപ്പുറത്തുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി വർഷങ്ങളായിട്ട് ഞങ്ങളിവിടെ വോളണ്ടിയറിംഗ് ആയിട്ട് വരുന്നുണ്ട്. വളരെ എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ക്യാമ്പസാണ് അല്ലേ. ഒരു മരങ്ങളും നമുക്ക് ഈവൻ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഇവിടെ വന്നിരിക്കാൻ തോന്നുന്ന ഒരു ആംബിയൻസ് ആണ്. ആൻഡ് കുട്ടികൾക്ക് എന്താ പറയുക കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, പാർഷ്യലി ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിലും ഒരു തടസ്സമില്ലാണ്ട് അവരുടെ ഒരു മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഈ ഒരു നല്ല ആംബിയൻസ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെ തരുന്നത്. റെസിഡൻഷ്യൽ സ്കൂളും കൂടി ആയതുകൊണ്ട് അവർക്കൊരു ഹോംലി ഫീൽ. എനിക്ക് പ്രത്യേകിച്ച് ഈ മരമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അവിടെ എല്ലാം കൊണ്ടും ഒരു വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. കുട്ടികളെ സംബന്ധിച്ചിട്ട് ഈ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ, നമ്മൾ ഈ പെയിൻറ്റിങ് ആക്ടിവിറ്റി ഒക്കെ ചെയ്തത് അവരുടെ ഒരു മൈൻഡ് സെറ്റിനെ
നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റി. വളരെ അവർ ഉണ്ടായി ഈ വോളണ്ടിയേഴ്സുമായിട്ടുള്ള റെഗുലർലിയുള്ള ഇൻവോൾവ്മെൻറ്റ്. അപ്പം അത് അവരുടെ ഈ അക്കാഡമിക്സിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവർ പലപ്പോഴും ഒരു ഡിപ്രസ്ഡ് മോഡിലിരിക്കുന്ന സംഗതിയിൽ നിന്നാണ് പുറത്ത് കൊണ്ടുവരാൻ ഇവിടെ ടീച്ചേഴ്സൊക്കെ ശ്രമിക്കുന്നത്. അവരെ കൂടാണ്ട് നമ്മൾ പബ്ലിക്കായിട്ടുള്ള ആൾക്കാരും കൂടി അവരുടെ കൂടെ ഒപ്പം ഇഴുകിച്ചേർന്നപ്പം അത് അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും ഇൻസ്പയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഓവറോൾ പേഴ്സണാലിറ്റീനെ ചേഞ്ചസ് കൊണ്ടുവന്നു. അപ്പം ഈ ക്യാമ്പസ് ഒക്കെ ഇവരുടെ ഒരു ആക്ടിവിറ്റീസിൽ ഇൻവോൾവ്. ഈ പറഞ്ഞ മരത്തിന് ചുറ്റും കുട്ടികൾ വന്നിരിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഒരു സംടൈംസ് ഇപ്പോൾ ഓണത്തിനും ക്രിസ്മസിനൊക്കെ സെലിബ്രേഷൻസ് വരുമ്പം ഇവിടെ ഈ ഒരു ഏരിയ മുഴുവൻ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ക്രിസ്മസിൻ്റെ ഒരു സെലിബ്രേഷൻ നടത്തുന്നുണ്ടാവും, കരോൾ നടത്തുന്നുണ്ടാവും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഓഡിറ്റോറിയം സ്പേസ് അവിടെ നമുക്ക് നേരെ കാണാം. ഇതിനുള്ളിലൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ, വളരെ സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഒരു ഇനിഷ്യൽ വർക്കെല്ലാം കഴിഞ്ഞ് ഇതിനകത്തുണ്ട്. പക്ഷേ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല. അതിൻ്റെയൊക്കെ ഇതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. പലപ്പോഴും പല കമ്പനീസും CSR ഫണ്ട് വഴിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഗേൾസിൻ്റെ ഹോസ്റ്റലാണ്. സാർ പറഞ്ഞതുപോലെ ഗേൾസ് ഹോസ്റ്റലും ബോയ്സ് ഹോസ്റ്റലും രണ്ടായിട്ടാണ്, 2 ബിൽഡിംഗ് കോംപ്ലക്സ് ആയിട്ട് തന്നെയാണ്. ആൻഡ് അവിടെ നേരെ കാണുന്നതാണ് നമ്മുടെ ഓഡിറ്റോറിയം ഉള്ളത്. ഗേൾസിൻ്റെയൊക്കെ ഹോസ്റ്റൽ റൂമിൽ അവർക്ക് വേണ്ട TV ആ ഹോസ്റ്റൽ ബിൽഡിങ്ങിനുള്ളിലുണ്ട്. അതുപോലെ ബോയ്സിനാണെങ്കിൽ മെസ്സിൽ TV ഉണ്ട്. അതൊക്കെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ പെട്ട ആൾക്കാരായിട്ടും പല കമ്പനീസായിട്ടും ഒക്കെ സ്പോൺസർ ചെയ്തിട്ടുള്ള ഫെസിലിറ്റീസാണ്. സൈക്കിളുകളുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു കുട്ടി നമ്മളുടെ കുടുംബത്തിലോ പരിചയത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അവരോടുള്ളൊരു സ്നേഹം കൊണ്ടും നമ്മൾ മാക്സിമം കെയർ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യും. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നൊരു കാര്യം, അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവരോട് ചെയ്യുന്നൊരു ദ്രോഹമാണ്. കാരണം നമ്മൾക്ക് ലൈഫ് ടൈം അവരുടെ ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ അവരെ സെൽഫ് സസ്റ്റൈനബിൾ ആക്കി മാറ്റുക, സെൽഫ് സഫിഷ്യൻ്റ് ആക്കുക എന്നുള്ളൊരു സംഗതിയുണ്ട്. അതിന് ഈ ഒരു ഹോൾ ക്യാമ്പസും ഇവിടുത്തെ ആൾക്കാരും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ 2012 മുതൽ എനിക്കിവിടെയുള്ള അധ്യാപകരെയും കുര്യൻ സാറിനെയൊക്കെ എസ്പെഷ്യലി അറിയാം. സാർ ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആണെന്ന് സാറ് തന്നെ പറഞ്ഞു. അപ്പം സാറിനറിയാം എന്താണ് വേണ്ടത് എന്നുള്ളത്. അവർ അത്രയും ആത്മാർത്ഥമായിട്ട് കൊണ്ടുപോകുന്നൊരു സ്ഥാപനമാണ്. സോ സാറ് പറയുന്നത് തന്നെയാണ് എനിക്കും ഒരു ഫൈനൽ സ്റ്റേജിൽ ആഡ് ചെയ്യാനുള്ളത്. കാഴ്ചവൈകല്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോർമൽ സ്കൂളിൽ വിട്ട് നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കാതെ അവർക്ക് വേണ്ട സ്പെസിഫിക് അറ്റൻഷനും മറ്റു കാര്യങ്ങളും കിട്ടാൻ വേണ്ടി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും പറയാനുള്ളത്.